Hi friends, today in this video we are going to unbox an iPhone XR 128GB version. For unboxing നമ്മൾ ആദ്യം അതിനെക്കുറിച്ചുള്ള സ്പെക്സ് നോക്കാം. ഇത് ആപ്പിളിൻ്റെ വെബ്സൈറ്റാണ്. സോ ദീസ് ആർ ദ അവൈലബിൾ കളേഴ്സ്. ഇത് 64GB 120GB എക്സ്ട്രാ 256GBയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് അതിൻ്റെ ഡൈമെൻഷൻസ്, ലെങ്ത്, വിഡ്ത്ത്, വെയ്റ്റ്. 6.1 ഇഞ്ച് LCD പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിപ്പ് യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം A12 ബയോണിക് ചിപ്പ് സെറ്റ്, അതായത് ലാസ്റ്റ് ഇയേഴ്സിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ആപ്പിളിൻ്റെ പ്രൊസസ്സറാണ് A12 ബയോണിക് ചിപ്പ് സെറ്റ്. പിന്നെ ക്യാമറ ഫീച്ചേഴ്സ് 12 മെഗാ പിക്സൽ വൈഡ് ക്യാമറ, അപ്പർച്ചർ 1.8, പിന്നെ ഡെപ്ത് ക്യാമറ, ഫ്രണ്ട് ക്യാമറ 7 മെഗാ പിക്സലിൻ്റെ. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. 4K റെക്കോർഡിംഗ് ഉണ്ട് രണ്ടിനും. പിന്നെ ഫേസ് ID ഉണ്ട്, അതിന് ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊന്നുമില്ല. പിന്നെ ലൊക്കേഷൻ, അഡീഷണൽ ഓഡിയോ പ്ലേബാക്ക്, സ്റ്റാൻഡേർഡായിട്ട് ഐഫോണിൽ വരുന്ന എല്ലാ കാര്യവും ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ 10R റെലവൻസ് 2019 എന്ന് പറയുമ്പോൾ നല്ലൊരു ഫോണാണ്. കാരണം വേറെ ഒന്നുമില്ല, കാരണം ആപ്പിളിൻ്റെ 10R സീരീസ് 10 ഇറങ്ങിയ സമയത്ത് ഭയങ്കര റേറ്റ് ആയിരുന്നില്ല, എബവ് 50,000. സോ എബവ് 50,000 അല്ല, എബവ് ഓൾമോസ്റ്റ് 75, 80, 90,000, 1 lakh ഒക്കെ അടുപ്പിച്ച്. സോ ഇറ്റ്സ് എ ബഡ്ജറ്റ് ഫോൺ എന്ന രീതിയിലാണ് അവർ ആപ്പിളിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് iPhone XR. കാരണം വേറൊന്നുമല്ല, ആ സമയത്തുള്ള A12 ബയോണിക് ചിപ്പ് സെറ്റിൽ വേറെ ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റില്ല മാക്സിമം ഉള്ള ആൾക്കാർക്ക്. സോ അവർക്കൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എന്ന രീതിയിലാണ് അവർ iPhone XR ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓൺ ദ ബോക്സ് ഒരുപാട് കാര്യം കിട്ടുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ അൺബോക്സിങ് വീഡിയോ. സോ നമ്മളെടുത്തു, ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് വെർഷനാണ്, 128GB. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. സൈഡിൽ ഐഫോൺ എന്ന് എഴുതിയിട്ടുണ്ട് ആസ് ക്ലാസിക്. ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, IMEI നമ്പർ, SAR വാല്യൂ. വാ, പ്ലാസ്റ്റിക് കവർ നമുക്ക് മാറ്റാം. ഓക്കെ, തുറക്കാം. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് എഴുതിയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. ഹെലോ, സ്റ്റാർട്ടിങ് ഗൈഡാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഓക്കെ, ആപ്പിളിൻ്റെ 2 സ്റ്റിക്കേഴ്സ് ഫ്രീ കിട്ടുന്നുണ്ട് ആസ് യൂഷ്വൽ. അതിൻ്റെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, ഇജക്ടർ പിൻ ആൻഡ് സ്റ്റാർട്ടപ്പ് മാനുവൽ ഗൈഡ്. സ്റ്റാൻഡേർഡായിട്ട് ഏത് ഫോണിലൂടെയും കിട്ടുന്ന പോലെ തന്നെ. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ടു ദ ഫോൺ. വാവ്, ഓക്കെ, ദിസ് ഈസ് ദ 10R. ബാക്ക് ഗ്ലാസ് ആണ്, ഫ്രണ്ട് ഗ്ലാസ് ആണ്. സോ ഇത് എയർപോഡ് അല്ല, ഇയർപോഡാണ്. ലൈറ്റ്നിങ് കണക്ടറുള്ള എയർപോഡല്ല ഇതിൻ്റെ കൂടെ കിട്ടുന്ന. സ്റ്റാൻഡേർഡ് ലൈറ്റ്നിങ് കണക്ടറുള്ള ഇയർപോഡാണ്. 5 watt ചാർജർ ബ്രിക്ക്. എന്തിനാണ് ഇപ്പോഴും ഇത് കൊടുക്കണമെന്ന് മനസ്സിലായിട്ടില്ല. 18 watt ഒന്നുമില്ല, ഫാസ്റ്റ് ചാർജറൊന്നുമില്ല ഓൺ ദ ബോക്സിൽ. 5 watt സ്റ്റാൻഡേർഡായിട്ടുള്ള ബ്രിക്കാണ് കിട്ടുന്നത്. ദി ലൈറ്റ്നിങ് കേബിൾ, ഇതാണ് ഐഫോണിൻ്റെ ലൈറ്റ്നിങ് കേബിൾ. ആൻഡ് ദീസ് ആർ ദ തിങ്സ് ഇൻ ദി വീഡിയോ. നമുക്കൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം. ആപ്പിൾ ലോഗോ, ഓക്കെ. അത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഹലോ, അല്ല, അവർ പല ഭാഷയിൽ ഹലോ എന്ന് പറയുന്നതാണിത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോൺജോർ ഫ്രഞ്ചിലൊക്കെ പറയുന്നു. വേൾഡ് വൈഡ് ഇറക്കുന്നുണ്ടായിരിക്കും, ജാപ്പനീസ്, ചൈനീസ്, ഏതൊന്നും വലിയ അറിയത്തില്ല ഇത്. സോ ഫോണിൽ എന്ന് പറഞ്ഞാൽ ഫോൺ ഡസൻ മേക്ക് യു ഫീൽ സ്ലോ. കാരണം A12 ബയോണിക് ചിപ്പ് സെറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഗുഡ് ക്വാളിറ്റി ക്യാമറാസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് നോട്ട് ഗോയിങ് ടു ഡിസപ്പോയിൻറ്റ് ഇൻ എനി വേ.
ഒരു ഐഫോൺ എന്താ പറയുക, ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിരിക്കും 10. അതിന് ഒരു ഡൗട്ടും വേണ്ട. ആൻഡ് വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Introducing the new OnePlus 7T. Never settle.